മിഥുനൻ രാശിയാണ്. അപ്പോൾ ഇതൊരു സ്ത്രീയാണ് അവർക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് മിഥുനൻ രാശിയിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളുടെ സഹോദര സഹായം. അപ്പോൾ അവരുടെ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരവസ്ഥ ചെറിയ ദുരിതദോഷങ്ങളുണ്ട്. അതായത് നമുക്ക് നമ്മളുടെ ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എങ്കിലും വലിയൊരു ദോഷമായിട്ട് അവിടെ കാണാനില്ല. അങ്ങനെയാണ് കാണുന്നത്. ഇവരിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആരാധിച്ചു വരുന്ന മൂർത്തികളെ അല്ലെങ്കിൽ ഏതാണ് ദേവത ആ ദേവതനെ പ്രീതിപ്പെടുത്തി വെക്കുക. പിന്നെ നമ്മളുടെ ഉള്ള പിതൃക്കളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടി ഏത് രീതിയിലാണ് ചെയ്യുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോരുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് ബന്ധുക്കളായാലും സഹായികളായാലും ആരായാലും നമ്മൾ കൂടുതലനുസരിച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാം ഭാവത്തിലുള്ള കാര്യങ്ങളിൽ കാണുന്നത്. മൂന്നാം ഭാവത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അവരൊന്ന് സഹായം ഉണ്ടാവാം, അതുപോലെ തന്നെ ശത്രുത ഉണ്ടാവാം. അപ്പോൾ നമ്മൾ സഹായിക്കുന്നു എന്ന് വെച്ചിട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത്. അത്യാവശ്യം നമുക്ക് വിശ്വസിക്കാം. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു പരിധി കൂടുതൽ നമ്മളുടെ കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാതിരിക്കുക. ഇവരിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആരാധിച്ചു വരുന്ന മൂർത്തികളെ അല്ലെങ്കിൽ ഏതാണ് ദേവത ആ ദേവതനെ പ്രീതിപ്പെടുത്തി വെക്കുക. പിന്നെ നമ്മളുടെ ഉള്ള പിതൃക്കളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടി ഏത് രീതിയിലാണ് ചെയ്യുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോരുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് ബന്ധുക്കളായാലും സഹായികളായാലും ആരായാലും നമ്മൾ കൂടുതലനുസരിച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാം ഭാവത്തിലുള്ള കാര്യങ്ങളിൽ കാണുന്നത്. മൂന്നാം ഭാവത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അവരൊന്ന് സഹായം ഉണ്ടാവാം, അതുപോലെ തന്നെ ശത്രുത ഉണ്ടാവാം. അപ്പോൾ നമ്മൾ സഹായിക്കുന്നു എന്ന് വെച്ചിട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത്. അത്യാവശ്യം നമുക്ക് വിശ്വസിക്കാം. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു പരിധി കൂടുതൽ നമ്മളുടെ കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാതിരിക്കുക. ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഫോറിൻ ലാൻഡിലേക്ക് നല്ലതാണോ അതോ പൊട്ടയാണോ എന്നുള്ളതാണ്. നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഏതാ രാശി വരണേന്നുള്ളത്. നല്ലതാണ്. നമുക്കിപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫോറിൻ രാജ്യത്തേക്ക് പോകുന്നത് നല്ലതാണ്. മിഥുന രാശി അതായത് ഒരു രാശിയിലാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഉന്നതി ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് കഷ്ടപ്പെടേണ്ടി വരും. കുറച്ചുകൂടി ബുദ്ധിമുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എങ്ങനെയാണ് നമ്മുടെ കർമ്മം ശ്രദ്ധിച്ച് കൂടുതൽ കഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് വളരെ ഉന്നതിയിലെത്തും. പക്ഷെ ആദ്യ കാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് സാധാരണ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് മുൻകൂട്ടി മെല്ലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉയർച്ച ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. ബന്ധുക്കൾ നിങ്ങളെ പല രീതിയിലും ഉപയോഗിക്കാൻ ശ്രമിക്കും. നിങ്ങളുണ്ടാക്കുന്ന പണം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടി നിങ്ങൾ എത്ര വാനോളം പുകഴ്ത്തി കൊണ്ടുനടക്കുകയും ചെയ്യും. അവസാനം നിങ്ങളെ ഒഴിവാക്കുകയും ചെയ്യും. അടുത്തതായി ജേഡ് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് മൂന്നാം ഭാവമാണോ എന്നുള്ളത്. മൂന്നാം ഭാവത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വന്തം സഹോദരന്മാരിലെ സ്വന്തം ബന്ധുക്കളിൽ നിന്ന് സർവനാശം, അഗ്നിദോഷം, ദാരിദ്ര്യം ഇതിനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾ എത്ര ഉണ്ടാക്കി കഴിഞ്ഞാലും നിങ്ങളുടെ ബന്ധുക്കൾക്ക് അവർ ഉപകാരപ്പെടുകയും പിന്നീട് അവർ നിങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നിൽക്കുക. നമ്മളുടെ ഉള്ള ധനം, നമ്മളുടെ ഉള്ള രഹസ്യങ്ങൾ, നമ്മളുടെ ഉള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ബന്ധുക്കളെ സഹായിക്കാൻ പോവുക. കൂടുതലായിട്ട് അവരുടെ അടുത്ത് പോയി സഹായങ്ങൾ ചെയ്യാന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയും നിങ്ങൾ അവസാനം ഒഴിവാക്കപ്പെടുകയും ചെയ്യും. അടുത്തായി കോറി ബൈഡ്ലി എന്ന് പറഞ്ഞൊരാളാണ്. അടുത്തായി ഇടവൻ രാശിയാണ് വരുന്നത്. അപ്പോൾ ഇടവൻ രാശിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നല്ല ദൈവാധീനം ഉണ്ട്. അതുപോലെ നമ്മളുടെ അയാളുടെ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹമുണ്ട്. എന്നിരുന്നാലും മാനസികമായുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുറച്ച് പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉള്ളൊരു സമയമാണ്. എന്നിരുന്നാലും അതിൽ നിന്ന് കരകയറ്റാൻ ധർമ്മദൈവങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അത് നടത്തിപ്പോരുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മുന്നിലേക്ക് പോകാൻ കഴിയും. നല്ല ജോലിയും പണവും പദവിയിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ എത്തും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു സർവൈവ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്.